മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ കിട്ടിയ പരാതി അയച്ചിട്ടില്ലല്ലോ. CPM പാർട്ടി സെക്രട്ടറിക്ക് കിട്ടിയ പരാതി പലർക്കും അയച്ചിട്ടില്ലല്ലോ. പോലീസ് അയച്ചിട്ടില്ലല്ലോ, പ്രധാനപ്പെട്ട പലരെ കുറിച്ചും. പക്ഷേ കോൺഗ്രസ് ഇതാണ്. കോൺഗ്രസിനൊരു പരാതി കോൺഗ്രസ് പ്രസിഡന്റിന്, KPCC പ്രസിഡന്റിന് കിട്ടിയപ്പോൾ അദ്ദേഹം അപ്പം തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു. പോലീസ് അന്വേഷിച്ച് നടപടി സ്വീകരിക്കട്ടെ. തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിലൊന്നും, ആദ്യത്തെ കേസിൽ FIR എടുത്തപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ്. ശക്തമായ നിലപാടാണ് പാർട്ടിക്കുള്ളത്. ഇങ്ങനെ ഒരു നിലപാട് എടുത്തൊരു പാർട്ടി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അല്ല, അത് വരുമ്പോൾ അത് ഗൗരവത്തോടു കൂടി വേറെ പാർട്ടി ചർച്ച ചെയ്യും. ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി പോലും വരാതെ ഞങ്ങൾ നടപടിയെടുത്തു. ഇക്കാര്യത്തിൽ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും, മാതൃകാപരമായ രീതി. ഇപ്പോൾ വീണ്ടും ഒരു പരാതി വന്നിരിക്കുന്നു. ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി നേതൃത്വം ചർച്ച ചെയ്യും. ഉറപ്പായി ഒറ്റയ്ക്ക് എനിക്കോ പ്രസിഡന്റിനോ എടുക്കാൻ പറ്റില്ലല്ലോ. നേരത്തെ തീരുമാനം എടുത്തതുപോലെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു തീരുമാനം ഇക്കാര്യത്തിലും എടുക്കും, ഉറപ്പായിട്ടും. നേരത്തെ പരാതി വന്നിട്ടുണ്ടെന്നായിരുന്നു പറയുന്നത്. ആർക്ക്? ഇല്ല അല്ല, അത് നിങ്ങൾ പറഞ്ഞങ്ങനെ ശരിയാണ്. നിങ്ങൾ പറഞ്ഞങ്ങനെ ഇന്നാണ് പരാതി കിട്ടുന്നത്. ഇന്ന് തന്നെ അത് കംപ്ലൈന്റ് അയച്ചു. മനസ്സിലായോ? മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയ പെൺകുട്ടി അതിനുശേഷം അങ്ങേക്ക് പരാതി നൽകിയിരുന്നു ആ വിഷയത്തിൽ. അത് കിട്ടിയായിരുന്നു, അതെനിക്ക് കിട്ടിയായിരുന്നു. അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് ഓൾറെഡി മുഖ്യമന്ത്രി പോലീസിലേക്ക് ഇത് ചെയ്ത് പോലീസ് FIR എടുത്തു. അത് ഞാൻ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നെ അറിയിച്ചാണ്, ആ വിവരം അറിയിച്ചാണ്. അത് ആദ്യത്തെ കുട്ടി എന്നെ അറിയിച്ചാണ്. അത് പോലീസ് അത് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് അത് അറിയിച്ചത്, മുഖ്യമന്ത്രിക്ക് കൊടുത്തതിന് ശേഷം. ഇതിപ്പോ KPCC പ്രസിഡന്റാണ് കേരളത്തിൽ കിട്ടിയത്, മുഖ്യമന്ത്രിക്കല്ല. അത് പാർട്ടി നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അകത്തുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു ഒഫൻസ് നടന്നതായിട്ടുള്ള ഒരു പരാതി കിട്ടിയപ്പോൾ അപ്പം തന്നെ അത് പ്രസിഡന്റ് അത് ഫോർവേഡ് ചെയ്തു. ഇതൊന്നും ആരും ചെയ്തിട്ടില്ല കേരളത്തിൽ, ഒരാളും ചെയ്തിട്ടില്ല. ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ആരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. പേരുകൾ പലരുടെയും പേരിൽ പാർട്ടിക്കകത്തുനിന്ന് പരാതി കിട്ടിയിട്ട് പോലും പാർട്ടി തന്നെ അന്വേഷണം നടത്തി തീർത്തിട്ടുള്ള പാർട്ടിയാണ് CPM. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്, തല ഉയർത്തിയാണ് നിൽക്കുന്നത്. പരാതി വന്നപ്പോൾ അപ്പം തന്നെ ഫോർവേഡ് ചെയ്ത് ഒരു നിമിഷം പോലും വെച്ചുകൊണ്ടിരുന്നിരുന്നു. അതാണ്. അല്ല, അത് നോക്കാം, അത് നമുക്ക് ആലോചിക്കാം. അത് നമുക്ക് ഊരും പേരുമില്ലാത്ത ഒരു പരാതിക്കാരി, 23കാരി എന്ന് മാധ്യമങ്ങള്, ചിലരൊക്കെ ബാംഗ്ലൂർ സ്വദേശി എന്ന് മറ്റു ചിലര്, അങ്ങനെ ഊരും പേരുമില്ലാത്ത ഒരു പരാതിക്കാരിയെ ഇറക്കിക്കൊണ്ട് കോൺഗ്രസിനെ ഒന്ന് ട്രാപ്പിലാക്കാമെന്നാണ് കരുതിയത്. ആ ട്രാപ്പ് കിട്ടിയ ഉടനെ തന്നെ കോൺഗ്രസ് അങ്ങോട്ട് പൊളിച്ചു. ട്രാപ്പ് പൊളിക്കുക എന്ന് പറഞ്ഞാല് ഇവര് കരുതി കോൺഗ്രസിന് പരാതി കൊടുത്താൽ കോൺഗ്രസ് ആ പരാതി കണ്ടില്ല എന്ന് കരുതി അങ്ങോട്ട് മാറ്റി വെക്കുമെന്ന്. പരാതി കിട്ടി ഉടനെ തന്നെ അത് BJPക്ക് ഫോർവേഡ് ചെയ്തു. കോൺഗ്രസ് കൈയൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അതിന്റെ ഊരിലേക്കോ പേരിലേക്കോ പരാതിക്കാരിയിലേക്കോ ഒന്നുമില്ല. ആ പരാതിക്കാരി വളരെ പരാതിക്കാരി എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഇതൊന്നും പരാതിക്കാരി ഒന്നുമല്ല. ഇതൊക്കെ ഈ സമയത്ത്, ഇലക്ഷന്റെ സമയത്ത് ആദ്യം ഇറക്കിയ പരാതി അത് എവിടെ എത്തുമെന്നുള്ള ചിന്തകളിൽ നിന്നാണ് ഇപ്പൊ രണ്ടാമത്തെ പരാതി വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇന്നിപ്പോ ആദ്യത്തെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച ആദ്യത്തെ പരാതിയിൽ, മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഇന്ന് അതിന്റെ മുൻകൂർ ജാമ്യം കേൾക്കാൻ നിൽക്കുകയാണ്. ആ അവസരത്തിൽ ഇങ്ങനെ ഒരു പരാതി വന്നു. ആ പരാതിയിൽ ഊരില്ല, പേരില്ല, ഒന്നുമില്ല, 23കാരി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നത് പാർട്ടി നടപടി എടുക്കണമെന്നാണ്. പാർട്ടി നടപടി എടുക്കണമെന്ന് പറഞ്ഞത് തന്നെ ഒരു ട്രാപ്പാണ് കോൺഗ്രസിനുള്ള. ആ ട്രാപ്പ് മനസ്സിലാക്കിയ കോൺഗ്രസ്, പാർട്ടിയല്ലല്ലോ നിയമം ഇവിടെ കൈകാര്യം ചെയ്യുന്നതിന്, ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, നിയമപാലകരുണ്ട്. ആ നിയമപാലകർക്ക് മുമ്പിലേക്ക് അങ്ങ് ഇട്ടുകൊടുത്തു. ഇനി ആരാണ് പരാതിക്കാരി, ഏത് നാട്ടുകാരിയാണ്, എന്താണ് എന്നൊക്കെ കോൺഗ്രസ് അല്ല തീരുമാനിക്കേണ്ടത്, കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ, അല്ലേ? ട്രാപ്പ് ഒരുക്കിയത് കോൺഗ്രസിനാണെങ്കിലും കോൺഗ്രസ് ആ ട്രാപ്പ് തിരിച്ചടിച്ചു എന്നുള്ളതാണ്. ബൂമറാങ് പോലെ തിരിച്ചു വന്നു. ഇനി കേരളത്തിലെ പോലീസ് കണ്ടെത്തണം. ഇതിൽ ഇവര് കരുതിയത് മുമ്പൊക്കെ ഇപ്പൊ പാർട്ടിയുടെ ജില്ലാ നേതാക്കളിൽ പലരും ആയിട്ടുള്ള പല സ്ത്രീകളും P ശശിക്കെതിരെ പരാതി നൽകിയപ്പോ PK ശ്രീമതിയെയും AK ബാലനെയും മെഷീനും കൊടുത്ത് കയ്യിൽ കൊടുത്ത് ഇറക്കി വിട്ടവരായി ഇവര്. എന്തിനാ? തീവ്രത അളക്കാൻ. അങ്ങനെ തീവ്രത അളന്നിട്ട് തിരിച്ചു വന്ന അവരെന്താക്കി, അതുവരെ PK ശശി ഈ പറയുന്ന PK ശശിയെ പിടിച്ച് തീവ്രതയൊക്കെ അളന്നിട്ട് PK ശശി വലിയ മുന്തിയ സാധനമാണെന്ന് മനസ്സിലാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്തി. അപ്പൊ എന്താ കാര്യം? ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് അവിടെ ഇരുത്തി.
ഈ പറയുന്ന ശ്രീമതിക്കും ബാലനും മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ ആദ്യം ശശിയെ കാണണം. മനസ്സിലായില്ലേ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, ശശിയുടെ പീഡനം അന്വേഷിക്കേണ്ട കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, ആ പോലീസ് ശശി പറയുന്നത് അനുസരിക്കേണ്ട ഗതികേടിലേക്ക് എത്തി. മനസ്സിലായില്ലേ? പക്ഷെ കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസ് ആരെയും തീവ്രത അളക്കാൻ വിട്ടില്ല. തീവ്രത അളക്കാൻ ആരെയും വിട്ടില്ല. നേരെ മറിച്ച് കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസ് അത് പോലീസ് അളക്കട്ടെ എന്ന് കരുതി പോലീസിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു. തീർന്നു. വളരെ മാന്യമായ ഇടപെടല്. പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ ആരാണ് 23-കാരി. ഈ 23-കാരി എന്ന് പറയുന്നത് തന്നെ ഒരു ട്രാപ്പ്. രണ്ടാമത്തെ ട്രാപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന KPCC നേതാവിനോട് നേതൃത്വത്തോട് പറയാണ്, KPCC പ്രസിഡന്റിനോട്, അധ്യക്ഷനോട് പറയാണ് പാർട്ടി നടപടി എടുക്കണം. അത് രണ്ടാമത്തെ ട്രാപ്പാണ്. പാർട്ടി നടപടി എടുത്തു. പാർട്ടി പരാതി നേരെ പോലീസിന് കൊടുത്തു, DGPക്ക് കൊടുത്തു. KPCC നേതാവ് പ്രസിഡന്റിന് ഈ പറയുന്ന പരാതി കിട്ടിയത് മെയിൽ വഴിയാണ്. ആ മെയിൽ നേരെ ഫോർവേഡ് ടു DGPക്ക് കൊടുത്തു. പാർട്ടി നടപടി എടുത്തു. ബാക്കിയുള്ളവരെ പോലെ കോടതിയും പോലീസും പാർട്ടി ഓഫീസിൽ AKG സെന്ററിൽ ഉണ്ടാക്കാൻ KPCC ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, ട്രാപ്പ് മുൻകൂട്ടിൽ കണ്ട അത് DGPക്ക് കൈമാറി എന്ന് മാത്രമല്ല, ഈ DGPക്ക് കൈമാറിയത് കൊണ്ടാണ് ഇത് മാധ്യമങ്ങൾ അറിഞ്ഞത്. മനസ്സിലായില്ലേ? DGPക്ക് കൈമാറിയത് കൊണ്ടാണ് ഇത് മാധ്യമങ്ങൾ അറിഞ്ഞത്. അപ്പോ മാധ്യമങ്ങൾ അറിഞ്ഞോട്ടെ, കുഴപ്പമില്ല. അതൊരു ട്രാപ്പായിരുന്നു. കാരണം KPCC ഇത് കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ കണ്ട ഭാവം നടിക്കാത്ത രീതിയിൽ ഇതിനെ തള്ളിക്കളയോ എത്ര ദിവസം കഴിഞ്ഞ് ഇതിന് റിയാക്ട് ചെയ്യും എന്നൊക്കെ ഉള്ളത് ഇതിന്റെ മുഖ്യ വിഷയമായിരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാ പരാതി കിട്ടിയ അന്ന് തന്നെ അത് DGPക്ക് അങ്ങോട്ട് കൈമാറി. തീർന്നല്ലോ. അടപടല മൂഞ്ചിയല്ലോ, 8 നിലയിൽ മൂഞ്ചിയല്ലോ. ഇത് വരുമെന്നുള്ളത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാ. കാരണം ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്ന് അന്ന് വൈകുന്നേരം ചർച്ചകളിൽ റിനി ആൻ ജോർജ് പറഞ്ഞതാ, ഇത്തരത്തിലുള്ള ഒരുപാട് പരാതികൾ ഇനിയും വരുമെന്ന്. അത് വരുമെന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് കാര്യം പിടികിട്ടിയതാ. കാരണം അണിയറയിൽ പരാതികൾ ഒരുങ്ങുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇതിപ്പോ ബാംഗ്ലൂര് സ്വദേശി എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതിൽ ബാംഗ്ലൂരുകാരി എന്നൊന്നും പറഞ്ഞതുകൊണ്ടല്ല, ഈ മെയിൽ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് എന്നുള്ളത് ആണ് അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് കോൺഗ്രസിനെ ഒന്ന് ട്രാപ്പിലാക്കാം. വീണ്ടും പരാതികൾ ഉന്നയിച്ചുകൊണ്ട് അയ്യന്റെ മുതൽ കെട്ടത്, അയ്യന്റെ പൊന്ന് കെട്ടത്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അത് ഇങ്ങനെ മറച്ചു പിടിക്കാം എന്ന് കരുതിയപ്പോ കോൺഗ്രസ് നേരെ തിരിച്ചടിച്ചു. വൈകുന്നേരം ആയപ്പോ കടക്ക് അമ്പലം വിഴുങ്ങുകൾ കടക്ക് പുറത്ത് എന്നാക്കി. അത് തന്നെ അവസ്ഥ. നമ്മൾ ഇന്നലെ സിദ്ദിഖിനെ കണ്ടു. സിദ്ദിഖിനോട് രാഹുൽ മാങ്കൂട്ടം വിഷയം ചോദ്യം, രാഹുൽ. സിദ്ദിഖിന്റെ മറുപടിയോ ശബരിമല. അയ്യന്റെ പൊന്ന്. മനസ്സിലായില്ലേ? അപ്പോ വ്യക്തമാണ് കാര്യങ്ങൾ. ട്രാപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ KPCCക്ക് അധികം സമയമെടുത്തില്ല, KPCC നേതൃത്വത്തിന് അധികം സമയമെടുത്തില്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അധികം സമയമെടുത്തില്ല. ആ ട്രാപ്പ് പൊളിക്കാൻ എന്താണ് വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. ഉടനടി അത് DGPക്ക് കൈമാറുക. കേരളത്തില്, നമ്മുടെ രാജ്യത്ത് അങ്ങനെയാണല്ലോ. നമ്മുടെ രാജ്യത്ത് എന്ത് ക്രിമിനൽ കേസുകൾ ഉണ്ടായാലും അത് അന്വേഷിക്കാനും അതിന് വേണ്ട നടപടികൾ എടുക്കാനും ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, ഒരു നിയമ സംവിധാനമുണ്ട്. ആ സംവിധാനം അന്വേഷിക്കട്ടെ. യെസ്, വളരെ ഉചിതമായ തീരുമാനം. പാർട്ടി നടപടിയെടുത്തു. ഈ 23-കാരി എന്നൊക്കെ മെൻഷൻ ചെയ്ത് ഊരും പേരും മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിപ്പോ KPCC നേതൃത്വത്തിന് കൊടുത്തതാണല്ലോ. അപ്പൊ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിക്കാരിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ പരാതിക്കാരുടെ ഊരോ പേരോ ജാതകമോ എന്തെങ്കിലും പുറത്തേക്ക് വിട്ടോ? ഒന്നും വിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ KPCC നേതൃത്വത്തിന് ഊരും പേരും വെച്ച് കൊടുത്താലും ഇതൊന്നും ആരെങ്കിലും പുറത്തു പറയോ? അറിഞ്ഞാലും ആരും പുറത്തു പറയില്ല. അത് തന്നെയാണ്. അപ്പോ എന്തുകൊണ്ടാ പിന്നെ അതിന് ഊരും പേരും വെക്കാതിരുന്നതിന് അതിൽ പല 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അതിൽ എഴുതിയിരിക്കുന്ന 23-കാരി എന്ന് മെൻഷൻ ചെയ്തത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാർട്ടി നടപടി എടുക്കണം എന്ന് പറഞ്ഞത്. അതൊരു ട്രാപ്പാ. പാർട്ടി നടപടി എടുത്താല് ഇവിടെ അടുത്ത ചർച്ച എന്താ? എന്തുകൊണ്ട് പോലീസിന് കൈമാറിയില്ല?
രാഹുലിനെ സംരക്ഷിക്കുന്നു, ഒതുക്കി തീർക്കാൻ നോക്കുന്നു പരാതി എന്നൊക്കെയാണ് ചർച്ച. അവിടേക്ക് കടന്നില്ല, പാർട്ടി നടപടിയെടുത്തു. ആ പാർട്ടിയുടെ ആ നടപടി ഇവര് സ്വപ്നത്തിൽ പോലും കണ്ടില്ല. അതാണ് ഇവർക്ക് പറ്റിയ പാളല്. കോൺഗ്രസ് ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ഇവർ അത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളൊക്കെ അതിനെ ന്യായീകരിക്കുമെന്ന് കരുതി ആരും ന്യായീകരിച്ചില്ല. അവർ ന്യായീകരിക്കുന്നതിന് പകരം ഈ പറയുന്ന പരാതി രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന 23-കാരി മെൻ, നോട്ട് ദ പോയിന്റ്, ഓക്കെ, ആ 23-കാരി എന്ന് പറയുന്ന ആ പോയിന്റ് നോട്ട് ചെയ്യണം നിങ്ങൾ. ആ 23-കാരിയുടെ പരാതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി കോടതി എന്താക്കി? KPCC നേരെ DGPക്ക്. തീർന്നല്ലോ. ഇനി DGP അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം, കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ആരാണ് 23-കാരി. ബാംഗ്ലൂരുകാരിയാണോ, കേരളത്തിൽ നിന്നുള്ള ആളാണോ, എന്താണ് അവര് 23-കാരിയാണോ, എന്താണ് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ പോലീസ് കണ്ടെത്തണം. ഇമാതിരി ഒരു പണി കോൺഗ്രസ് തിരിച്ചു കൊടുക്കുമെന്ന് ഇവര് പരാതി അയച്ച ആളുകള്, ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, പരാതി അയച്ചത് 23-കാരിയല്ല. പരാതി അയച്ചത് കാരിയുമല്ല, പരാതിക്കാരിയല്ല, പരാതിക്കാരനാണ് പരാതി അയച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ആ ട്രാപ്പ് കോൺഗ്രസ് വളരെ പെട്ടെന്ന് തന്നെ, എനിക്ക് തോന്നുന്നു ശരവേഗത്തിൽ കോൺഗ്രസിന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞു. കോൺഗ്രസ് അതിൽ നടപടിയെടുത്തു. ട്രാപ്പ് അങ്ങ് പൊളിച്ചു മാറ്റി. ഇപ്പൊ ഇന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരം ചർച്ചകൾ എന്തായിരുന്നു? 23-കാരിയെ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ച. ആ രാത്രികത്തെ ചർച്ച തീരുന്നതോടുകൂടി ആ വിഷയം അങ്ങ് പൊളിഞ്ഞടങ്ങിയപ്പോ ഇപ്പൊ അടുത്ത ചർച്ച എന്താ? അടുത്ത ചർച്ച രാഹുല് ബാംഗ്ലൂരിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി. ബാംഗ്ലൂരും ഇല്ല, തമിഴ്നാട്ടിലും ഇല്ല, എവിടെയില്ല രാഹുൽ ഉള്ളത് മറ്റൊരു സ്ഥലത്താണ്. നിങ്ങൾ എത്രയൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന രാഹുലിനെ തൂക്കാനോ പൊക്കാനോ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഇപ്പൊ ഇന്നിപ്പോ കോടതി പറയുന്ന കാര്യങ്ങള്, രാഹുലിന് ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും രാഹുലിനോ അല്ലെങ്കിൽ രാഹുലിന്റെ വക്കീലിനോ ഇല്ല. പക്ഷെ അവിടെ ശക്തമായ വാദങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് രാഹുലിന്റെ ഭാഗം. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ചില തെളിവുകളും ചില ആവശ്യങ്ങളും BNS 366 ഒക്കെ കോട്ട് ചെയ്യുന്നതിനുള്ള കാരണവും അത് തന്നെയാണ്. രാഹുലിനറിയാം ഇത് ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരുന്നത്. ഹൈക്കോടതിയിൽ ജോർജ് പൂന്തോട്ടം അഡ്വക്കേറ്റ് അവിടെ കാത്തിരിക്കുകയാണ്. ഇന്നിപ്പോ ഈ പറയുന്ന സെഷൻസ് കോടതിയുടെ ഈ ഉത്തരവ് വരാൻ വേണ്ടി അല്ലെങ്കിൽ വിധി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് വന്ന ഉടനെ പ്രതികൂലമാണെങ്കിൽ അവിടെ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാൻ വേണ്ടി അവിടെ ജോർജ് പൂന്തോട്ടം റെഡി ആയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ കാര്യത്തിലൊന്നും ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. അപ്പോ 23-കാരിയുടെ പരാതി, വീണ്ടും പറയുന്ന 23-കാരിയല്ല, അത് കാരനാണ്, പരാതിക്കാരനാണ്.